മാത്രം. പ്രശാന്ത് കൃഷ്ണ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, നല്ല പുകഞ്ഞു തുടങ്ങി, ചൂട് കൂടി തുടങ്ങി കാണുമല്ലേ? അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ജീവിത ദുഃഖങ്ങളും അതുപോലെ തന്നെ ആഗ്രഹ സബലീകരണങ്ങളും ഇവയെല്ലാം ഒരു പരിഹാരമായാണ് ആറ്റുകാലമ്മയ്ക്ക് ഇന്നിപ്പോൾ ലക്ഷക്കണക്കിന് സ്ത്രീകൾ, സ്ത്രീ ഭക്തജനങ്ങൾ, ദേവി ഭക്തർ ഇവിടെ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നഗരം യാഗശാലയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത ഒരു മണിക്കൂർ ഇനി ഇത് തന്നെയാണ്. നഗരം ആകെ പുക കൊണ്ട് മൂടിയിരിക്കുകയാണ്. എല്ലാവരും പണ്ടാരയടുപ്പിൽ തീ പകർന്നതായുള്ള വിവരം അതാത് പ്രദേശങ്ങളിലെ ഈ പൂജാപീഠങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്ന പൊങ്കാലക്കലങ്ങളുണ്ട്. അപ്പോൾ അവിടെ തീ പകർന്ന് അവിടെ നിന്നാണ് മറ്റ് കലങ്ങളിലേക്ക് തീ പകരുന്നത്. അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പണ്ടാരയടുപ്പിൽ തീ പകരുന്ന വാർത്ത അതറിഞ്ഞ് ആണ് ഓരോ പ്രദേശത്തുമുള്ള നഗരത്തിലെ ഓരോ മുക്കിലും മൂലയിലും ഒരുക്കിയിരിക്കുന്ന അടുപ്പുകളിൽ തീ പകരുന്നത്, പൊങ്കാല കലങ്ങളിലേക്ക് തീ പകരുന്നത്. ഇപ്പോൾ വെള്ളമെല്ലാം തിളച്ച് അരിയെല്ലാം തിളച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിലേക്ക് മറ്റ് ദ്രവ്യങ്ങൾ, ശർക്കരയും പഴവും തേങ്ങയും എല്ലാം ചേർത്തുള്ള ദ്രവ്യങ്ങൾ ചേർക്കുന്ന അടുത്ത നടപടിയിലേക്ക്, അടുത്ത പൂജാ നടപടികളിലേക്ക് ദേവി ഭക്തർ കടക്കുകയാണ്. ഏതായാലും നഗരം ഒന്നടങ്കം ഇപ്പോൾ ഒരേ ഒരു സ്വരം മാത്രമാണ്, മന്ത്രം മാത്രമാണ്. അത് അമ്മേ ശരണം, ദേവി ശരണം എന്ന് മാത്രമാണ്. പിന്നെ സ്ത്രീജനങ്ങൾ വലിയ തോതിൽ കൂടിയിരിക്കുന്ന, അതും ഈ ചൂട് സമയം, വലിയ തോതിലുള്ള പുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സഹായിക്കാനായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് വെള്ളം നൽകാനാണെങ്കിലും സംഭാവന നൽകാനാണെങ്കിലും മറ്റ് പഴവർഗ്ഗങ്ങളും എല്ലാം നൽകിയ പരമാവധി ദേവി ഭക്തർക്ക് ആശ്വാസമേകുന്ന നടപടികളുമായി സംഘടനകളും വ്യക്തികളും എല്ലാ സന്നദ്ധ പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ സജീവമായി തന്നെ തലസ്ഥാന നഗരത്തിൽ ഉണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുളിമൂട് ഭാഗത്തു നിന്നുള്ള പൊങ്കാല അർപ്പണത്തിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള, അതായത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ധാരാളം പേർ ഇവിടെ വന്ന് പൊങ്കാല അർപ്പിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലും ഇത് തന്നെയാണ് കാഴ്ച. സെക്രട്ടേറിയറ്റിന് മുന്നിലും MG റോഡിൻ്റെ രണ്ട് വശത്തും ഇത്തരത്തിൽ തന്നെയാണ് പൊങ്കാല സമർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം മൺകലത്തിൽ പൊങ്കാല ഇടുക എന്ന ആഗ്രഹ സബലീകരണം തന്നെയാണ് ഓരോരുത്തരും ഈ ദിവസം ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മൺകലത്തിൽ പൊങ്കാല ഇടുന്നത് ദേവിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സമർപ്പണമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ പഞ്ചഭൂതങ്ങളുമായി ചേർത്ത് ഉള്ള സങ്കല്പമാണ്. അതായത് ഭൂമി എന്ന സങ്കല്പത്തിലാണ് മൺകലവും അരിയും, വെള്ളം, വായു, ആകാശം, അഗ്നി ഇവയെല്ലാം ചേർന്നുള്ള ഒരു ആത്മസമർപ്പണമാണ് ആറ്റുകാൽ ഭഗവതിക്ക്, ആറ്റുകാൽ അമ്മയ്ക്ക് ദേവി ഭക്തർ നൽകുന്നത്. അത് ഓരോ വളരെ ചെറിയ കുട്ടികൾ വരെ ഇവിടെ നിന്നിപ്പോൾ പൊങ്കാല അർപ്പിക്കുന്നതിന് അവരുടെ അമ്മമാർക്കൊപ്പം കൈപിടിച്ച് ഈ കനത്ത ചൂടിലും ഈ പുകയിലും വെയിലുമെല്ലാം അതെല്ലാം മറികടന്നുകൊണ്ട് അവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ആറ്റുകാൽ അമ്മയ്ക്ക് അവരുടെ ആത്മസമർപ്പണം. അതിനുവേണ്ടിയുള്ള ആ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ തലസ്ഥാന നഗരം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പൊങ്കാലക്കലങ്ങൾ ഏകദേശം നഗരത്തിൽ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക് നിരത്തുകളിൽ കാണാൻ സാധിക്കും. കാരണം പല പല റോഡുകളിലും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മെയിൻ റോഡിലേക്ക് ഈ പൊങ്കാല കലങ്ങൾ നിരന്നിട്ടുണ്ട്. റോഡുകൾ ഒഴിവാക്കി ഇപ്പോൾ വെള്ളയമ്പലം ഭാഗത്തെല്ലാം കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഈ പൊങ്കാല അർപ്പിക്കാനെത്തിയ സ്ത്രീകളുടെ എണ്ണവും ഈ അടുപ്പുകളുടെ എണ്ണവുമെല്ലാം, പൊങ്കാലക്കലങ്ങളുടെ എണ്ണവുമെല്ലാം കൂടുതലായി ഇത്തവണ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ വർഷവും നമ്മൾ കോവിഡ് കാലത്തെല്ലാം തന്നെ നമ്മൾ വീടുകളിലെല്ലാം തന്നെ പൊങ്കാല അർപ്പിച്ചുകൊണ്ട് അങ്ങനെ ശീലിച്ചെങ്കിലും വീണ്ടും മടങ്ങി നമ്മൾ ഈ സാധാരണ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഇപ്പോൾ വീടുകളിൽ ഇടുന്നവരുമുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ വന്നിടണം എന്ന നിർബന്ധമാണ് ആറ്റുകാൽ പൊങ്കാലയുടെ സവിശേഷത. കാരണം ആറ്റുകാൽ അമ്മയുടെ മണ്ണ്, തലസ്ഥാന നഗരം, അവിടെ എവിടെ ഇട്ടാലും എവിടെ പൊങ്കാല അർപ്പിച്ചാലും അത് ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ പൊങ്കാല സമർപ്പിക്കുന്നതിന് തുല്യമായാണ് ദേവി ഭക്തർ കണക്കാക്കുന്നത്. അവരുടെ സങ്കല്പം അതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പല ജില്ലകളിൽ നിന്ന് വരുന്നവർ ആറ്റുകാൽ സന്നിധിയിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് കഴിയില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തലസ്ഥാന നഗരത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർക്ക് ഒരു ഇടം കിട്ടിയാൽ അവിടെ പൊങ്കാല അടുപ്പുകൾ കൂട്ടി അവിടെ പൊങ്കാല അർപ്പിക്കുന്നു. അതാണ് സ്ഥിരമായി അങ്ങനെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും ആ കാഴ്ചകൾക്ക് മാറ്റമില്ല. ഏതായാലും ഇപ്പോൾ അരമണിക്കൂർ പിന്നിടുമ്പോൾ പൊങ്കാല സമർപ്പണത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ അരിയെല്ലാം തിളച്ചു കഴിഞ്ഞിരിക്കുന്നു. നെയ്യും ശർക്കരയും എല്ലാം ചേർത്ത് പൊങ്കാല പായസം തയ്യാറാകുന്ന പ്രവൃത്തികൾ ദേവി ഭക്തർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ മറ്റു നൈവേദ്യങ്ങളും നേരത്തെ തന്നെ വളരെ രാവിലെ 3 മണിക്കെല്ലാം ഇവിടെ എത്തിയവർ അവർ ഈ മണ്ടപ്പുറ്റ് ഒരുക്കുന്നതിനാണെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്തെല്ലാം പറയുമ്പോൾ തിരളിയപ്പം എന്ന് പറയും, മറ്റു സ്ഥലങ്ങളിൽ കുമ്പിളപ്പം, ഇതെല്ലാം ദേവിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടാണ്. അപ്പോൾ അതെല്ലാം തയ്യാറാക്കി രാവിലെ മുതൽ തന്നെ രാവിലെ 3 മണിക്കെല്ലാം എത്തിയവർ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. രാവിലെ 7 മണിയോടെയൊക്കെ തന്നെ ക്ഷേത്രത്തിലെ പൊങ്കാല അടുപ്പിൽ ഒരു നിമിഷം ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ തിളച്ച് പൊന്തിയിരിക്കുന്നു.